എന്തായി? ഒരു സെക്കൻഡേ. ഓക്കെ. ബ്രോ ഞാൻ ഇതിലേ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ആ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ കാണിക്കുന്നില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണിക്കുന്നില്ല. ഓക്കെ. ഒരു സെക്കൻഡ്, ഫേസ്ബുക്ക് എടുത്തോ? ഡയറക്റ്റ് ഫേസ്ബുക്ക് എടുത്തോ? Okay. ഓക്കെ. ഓക്കെ. അത് ഓക്കെ. സാധനം. ഓക്കെ. 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 അതൊന്ന് വലുതാക്കാവോ സ്ക്രീൻ? ഓക്കെ. അത് മേളിലോട്ട് സ്ക്രോൾ ചെയ്തേ. മേളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോ സീമോർ എടുത്ത് ഇവിടെയാണെന്ന് തോന്നുന്നു. എവിടെ? വേറെ ഒരു സെക്കൻഡേ. അല്ല, പേജ് എടുത്തോ? പേജിൽ നിന്ന് എടുക്കാം. ഇത് പേജാ. അല്ല, അക്കൗണ്ട് അല്ലെങ്കിൽ ദീദി ഇവിടെ 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 മറ്റേ മെറ്റാ ബിസിനസ് സ്യൂട്ട്. മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഓക്കെ. അതെ. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാമല്ലോ. അത് കൊടുത്തോ? ഇൻവൈറ്റ് ആണോ? ഇൻവൈറ്റ് ഫ്രണ്ട്സ് കൊടുക്കണ്ട, അത് ക്യാൻസൽ ആയിരിക്കും. ഓക്കെ. ഓക്കെ. ഇപ്പം കണക്റ്റഡ് ആണ്. ഇതിപ്പം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കോട്ട് കണക്റ്റഡ് ആണ്. ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഓക്കെ. ഇതിൽ ഇനി നോക്കേണ്ടത് നമുക്ക് ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. അതിനായിട്ട് സെറ്റിംഗ്സ് എടുക്കും. സെറ്റിംഗ്സ് ലാസ്റ്റ് ആയിട്ട് ഇവിടെ അല്ലേ സെറ്റിംഗ്സ്? അതെ. ഓക്കെ. പോർട്ട്ഫോളിയോ അതില് പേജസ് എടുത്ത പേജസ് ഇതല്ലേ? കാണത്തില്ല. ഓക്കെ. പീപ്പിൾസ് എടുത്ത മേളിലായിട്ട്. ഇതല്ലേ? അതോ ഇതാണോ? ഇതിപ്പോ പേജ് ഇത് തന്നെയല്ലേ? പേജ് ഇത് തന്നെയല്ലേ? പേജ് ഇത് തന്നെയാണ്. അതെ അതെ, ഇത് തന്നെയാണ്. ഓക്കെ. പീപ്പിൾസ് അതെ. ഓക്കെ. ഓക്കെ. ഇൻവൈറ്റ് പീപ്പിൾസ് കൊടുക്കുക. ഇൻവൈറ്റ് സൈഡിലായിട്ട്. ഓക്കെ. എന്നിട്ട് അത് മെസ്സേജ് ആയിട്ട് ഇടാൻ പറ്റും. മെയിൽ ഐ ഡി പറയൂ. മെയിൽ ഐ ഡി ഞാൻ മെസ്സേജ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിലേ മെസ്സേജ് ആയിട്ട് ഇടാം. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു മെസ്സേജിന്റെ ഉണ്ടായിരുന്നു. അതിവിടെ ഉണ്ട്. വാട്സപ്പിൽ അയച്ചാൽ മതി. അല്ല, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
ടെമ്പററി എക്സസ് ആണോ കൊടുക്കേണ്ടത്? ടെമ്പററി അല്ല. നെക്സ്റ്റ് കൊടുത്തോ. നെക്സ്റ്റ് പക്ഷേ ഡിസേബിൾഡ് ആണ്. ഓക്കെ. ഓക്കെ. ഇപ്പം മെസ്സേജസ് വേണ്ട. മാനേജ് കൊടുത്തോ. സെറ്റപ്പ്, കണക്ഷൻ, മോണിറ്റർ, ഇതല്ലേ ആ ആപ്പ് ഇന്റഗ്രേഷൻ അല്ലേ? ഓക്കെ. അതെ. വിവോ അഡ്വാൻസ് ഓപ്ഷൻസ് എടുത്തേ. ഓക്കെ. ഫിനാൻസ് എന്തായാലും നോക്കണം. വ്യൂവും മാനേജും കൊടുക്കട്ടെ? അത് കൊടുത്തോ. നെക്സ്റ്റ് കൊടുക്കട്ടെ? നെക്സ്റ്റ് കൊടുത്തോ. ഇതല്ലേ? ഓക്കെ, അതന്നെ. കണ്ടന്റ്, ഓക്കെ. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി. ഓക്കെ. എല്ലാം എസ് കൊടുത്തോ. പാർഷ്യൽ ആക്സസ് അല്ലേ? എസ് കൊടുത്തോ. ഇതോ? പാർഷ്യൽ ആക്സസ്, ബിസിനസ് എസ് കൊടുത്തോ. കൊടുക്കട്ടെ? അത് കൊടുക്കണ്ട, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് കൊടുക്കാമല്ലോ. നെക്സ്റ്റ് കൊടു. ഓക്കെ. സെൻഡ് ഇൻവിറ്റേഷൻ. ഓക്കെ എടുക്കാമല്ലോ. ഓക്കെ കൊടുക്കാം. ഞാൻ അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുക ഇൻവിറ്റേഷനെ.
ഒറ്റ മിനിറ്റ്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്തോട്ടെ ആ ഇൻവിറ്റേഷൻ. ഓക്കെ, എനിക്കിവിടെ വന്നിട്ടുണ്ട്. ആ ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പം ഇത് ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ ഇവിടെ. വെയിറ്റില് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് കാണിക്കും. ഓക്കെ, ഇനാക്റ്റീവ് ആണല്ലോ കാണിക്കുന്നത്. കുറച്ച് ടൈം പിടിക്കുമായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ ബ്രോ, ഇതിലേ ആ നമുക്ക് ഇതിനകത്ത് പേയ്മെന്റ്സ് എന്തോ ഒരു സാധനം ഇത് കിടപ്പുണ്ട്. ഓക്കെ. അതല്ലല്ലോ. ആ 666 രൂപ കിടപ്പുണ്ട്. ടോട്ടൽ ബാലൻസ്, ബ്ലോക്ക്ഡ് ബാലൻസ്. ഒരു സെക്കൻഡേ. ആ ഞാനേ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ എന്തോ ഒരു അഡീഷണൽ പേയ്മെന്റ് കിടപ്പുണ്ട്. പേയ്മെന്റ് അത് ഇപ്പം ചെക്ക് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് ഓവർവ്യൂ എടുത്ത് പേയ്മെന്റ് ഓവർവ്യൂ. ഓക്കെ, ഇതില് -3.04 ആണോ? ആ എന്താ കിടക്കുന്നത്? ടോട്ടൽ പേയ്മെന്റ്സ്, ടോട്ടൽ എടുത്തേ. ടോട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ. ഇതല്ലേ? അതെ. സർവീസ് ആണ്. സർവീസിന് അവിടെ 3.99K. അല്ല, സർവീസിന് ആ എമൗണ്ടിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തേ. ക്യാമ്പയിൻ. സെപ്റ്റംബർ 10. ഇത് ഇപ്പൊ അവര് ഓട്ടോമാറ്റിക്കായി ടോപ്പ് അപ്പ് ആക്കുന്നതാണ്. ഇപ്പം
റണ്ണാവുന്നതാണ്. പക്ഷേ ഹലോ നമുക്കതിന്റെ കൺവേർഷൻ വന്നിട്ടില്ലല്ലോ. നമ്മള് നമ്മള് റണ്ണാക്കിയായിരുന്നു അത്. ഇല്ല, എനിക്കറിയില്ല. ഞാനതൊന്നും ചെയ്തില്ലല്ലോ. ആ, ബാക്കോട്ട് നടിച്ചേ, ബാക്കോട്ട്. അഡ്വർടൈസിങ് എടുത്ത അഡ്വർടൈസിങ്. മേളിലോട്ട് അത്രേ ഉള്ളൂ. കസ്റ്റം ഇതൊന്ന് ക്ലിക്ക് ചെയ്തേ. ഡേറ്റ് ഇവിടെ അല്ലേ? ഡേറ്റ് മേളിലായിട്ട്. അതെ അതെ. അതില് ബാക്കോട്ട് പോട്ടെ, ഒരു ബാക്കോട്ട് ബാക്കോട്ട് പോക്കോ. സെപ്റ്റംബർ ബാക്കോട്ട് പോക്കോ. ഓഗസ്റ്റ് തൊട്ടിട്ട് ഓഗസ്റ്റ് അല്ല, അത് സെലക്ട് ചെയ്യാനുണ്ട്. ഓഗസ്റ്റ് തൊട്ട് എടുത്തു. ഓഗസ്റ്റ് തൊട്ട് എവിടെ? ഓഗസ്റ്റ്. 2024 ഓഗസ്റ്റ്. ഒന്ന് തൊട്ട് ഓക്കെ. അത് വെയിറ്റ്. എന്നിട്ട് അടുത്ത പോസ്റ്റ് സെപ്റ്റംബർ അല്ല, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് മാർച്ചിൽ സെപ്റ്റംബറിലോട്ടാക്കും. ആ ഒരു പോർഷൻ മാർച്ചിലാ ഇപ്പൊ കിടക്കുന്നത്. മാർച്ച് സെപ്റ്റംബറിലോട്ടാക്കും. സെപ്റ്റംബർ 30 ആണോ? ഓക്കെ. 30. അതെ, അത്രേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് സെലക്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത മാസത്തെ എടുത്തേ. അല്ല, അടുത്ത ഹലോ എനിക്ക് 2 ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചോ. കുഴപ്പമില്ല. ഒക്ടോബർ അല്ലേ? ഒക്ടോബർ എടുത്തേ. ഒക്ടോബർ, സെപ്റ്റംബർ, ഒക്ടോബർ എടുത്തേ. ഒക്ടോബർ, നവംബർ. ഇപ്പൊ റിപ്പോർട്ടായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട വരും. റിപ്പോർട്ടായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കേണ്ടതായിട്ട് വരും. ഇപ്പം വേറൊന്നുമില്ല. ഇപ്പം അഡീഷണൽ അതിൽ നിന്ന് റൺ ആയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ മാസം ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് അഡീഷണല് പിന്നെ ഓഫാക്കിയിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് നമ്മൾ ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കാണിച്ചത് കുറച്ചുകൂടെ മേളിലോട്ട് നോക്കിയേ. ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവന്മാരെടുത്ത് മാറ്റിയത്. ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാല് നമ്മള് ഓട്ടോ ആയിട്ട് പിന്നെ ഇത് എമൗണ്ട് ചാർജ് ചെയ്യും. അത് നമ്മൾ ഓഫാക്കിയാണ് ഇടുന്നത്. പക്ഷെങ്കിൽ അവന്മാര് ചില ടൈമിനൊക്കെ അവന്മാര് പിടിക്കും ഇതിന്ന്. നമ്മളപ്പോ ക്യാമ്പയിനും കൂടെ ഓഫാക്കി ഇടണം. ക്യാമ്പയിനും കൂടെ അപ്പൊ ഓഫാക്കി ഇട്ടേക്കണം നമ്മളൊരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ടൈമിന്. നമ്മുടെ ഇതില് ഇപ്പൊ ഇവിടെ ബാലൻസ് ഇല്ലെങ്കിൽ, ഈ അവൈലബിൾ ബാലൻസ് ഇല്ലെങ്കിൽ അവന്മാര് അധികം
പിന്നെ ആ -യിലേക്ക് ചാർജ് ചെയ്ത് റൺ ചെയ്യും ആഡ്. മനസ്സിലായി. എന്ന് വെച്ചാൽ ഈ സെയിം മെത്തേഡ് ആണ് ആമസോണിൽ ചെയ്യുന്നത്. ആമസോണിൽ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട് എമൗണ്ട് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് അത് എത്രയാണോ വരുന്നത് അത് നമ്മുടെ സെയിലിൽ നിന്ന് നമ്മൾ എടുക്കും. മനസ്സിലായി. അങ്ങനെയാണ്. അപ്പം അതിപ്പോ അടുത്ത ഇത് തൊട്ടിട്ട് നമ്മള് അത് അവര് പിടിക്കും. സെയില് വരുമ്പോ. മനസ്സിലായി. അപ്പൊ നമ്മളൊന്നും ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുമ്പോ നമ്മൾ ക്യാമ്പയിൻ ഓഫാക്കി ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അല്ല, ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് പിടിച്ചതാ. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനം ചെയ്ത് തന്നെ പോവും. ഓക്കെ. ഓട്ടോ ടോപ്പ് അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയായിട്ട് കാണിക്കേണ്ടതാണ് ഈ സൈഡിലായിട്ട് എന്തോ. അത് ഓഫാക്കി ഇടുന്നതാണ് അത്. ഇപ്പം അത് വാലറ്റ് സൈഡിലായിട്ടൊരു ഇത് കണ്ടോ, വാലറ്റിന്റെ അത് ക്ലിക്ക് ചെയ്ത് ഇത് കണ്ടോ, ഓട്ടോ ടോപ്പ് അപ്പ് കണ്ടോ മേളിലായിട്ട്? ഓക്കെ. അത് ഓഫാണല്ലോ. അത് ഓഫാണ്. എന്നാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇതിന്ന് ടോപ്പ് അപ്പ് ആവുന്നുണ്ട്. അതാണ് നമ്മളത് വേറൊരു ടീമിനൊക്കെ വേണ്ടി നമ്മൾ കുറെ അത് സംസാരിച്ചതാണ് അവരുമായിട്ട്. അപ്പം ഇതാണ് സൊല്യൂഷൻ, ഓഫാക്കി ഇടാനാണ് അവര് പറയുന്നത്. ഓക്കെ. പിന്നെ വിഡ്രോവലൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതിന്ന്. ഏതാണ്? ട്രാൻസാക്ഷൻ ബ്ലോക്ക്ഡ് ബാലൻസ് ഉണ്ട് 662. ഹലോ, അതായത് ക്യാമ്പയിനിൽ ബ്ലോക്ക് ആയി കിടപ്പുണ്ട് ഈ ഒരു എമൗണ്ട് 662. അത് ക്യാമ്പ് ഹോം എടുത്ത് ഹോമിന്റെ സിമ്പല് അല്ല, ക്യാമ്പയിൻ സൈഡില് ക്യാമ്പയിൻ. ഓക്കെ. എന്നിട്ട് പിന്നെ ഫെബ്രുവരി 5 ഈ ലാസ്റ്റത്തെ ഈ ക്യാമ്പയിൻ ഒന്നുമില്ലല്ലേ? ക്യാമ്പയിൻ ഒന്നുമില്ല. കിടപ്പുണ്ടല്ലോ. കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ മാസത്തെ അത് ലാസ്റ്റ് എടുക്കണം. നമ്മളെപ്പോഴാ അത് ലാസ്റ്റ് റൺ ചെയ്ത് എപ്പോഴാണ്? ഒക്ടോബർ ആണെന്ന് തോന്നുന്നു. സെപ്റ്റംബറോ ഒക്ടോബറോ ആണ് ലാസ്റ്റ് റൺ ചെയ്തല്ലേ? ഓക്കെ. ഇത് വാലറ്റ് ഒന്നുകൂടെ എടുത്തേ. വാലറ്റ് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പിന്നെ ഒന്ന് ചേഞ്ച് ചെയ്തേ ഡേറ്റ്. അതെ. സെപ്റ്റംബർ
സെപ്റ്റംബർ 30 വരെ പറ്റത്തുള്ളൂ അതില്. അടുത്ത് ഓപ്പൺ ആകത്തില്ല. ഒക്ടോബർ നോക്കാം. ഇതില് ടോപ്പ് അപ്പ് 131 രൂപയ്ക്ക് കണ്ടോ? നമ്മള് 131 രൂപ ആഡ് ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി. മനസ്സിലായോ? 168 കുറച്ചുകൂടെ മേളിലോട്ട് നോക്കിയേ. വാലറ്റ് 271 അവര് ക്യാമ്പയിൻ റൺ ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് എടുക്കുന്നതാണ്. അതൊന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കി പോയാ മതി. അല്ല അത് ബ്രോ പറഞ്ഞാ മതി എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പം ഓട്ടോ ടോപ്പ് അപ്പ് ഓഫ് ആക്കിയാൽ ഈ പ്രശ്നങ്ങളുണ്ട് ഇതിൽ എപ്പോഴും ആണ്. ഇനിയിപ്പം അത് ക്ലിയർ ആയില്ലേ? പിന്നിപ്പം എന്തുവാ ഹോം എടുത്ത ഇതിപ്പോ എന്താ ഹോമല്ല ഇതെടുക്കുക. നമ്മളിപ്പം ആക്സിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് ഈ സെൻട്രലായിട്ടൊരു ഇത് കണ്ടോ? പിന്നെ ഏറ്റവും മുകളിലായിട്ട് സെൻട്രലായിട്ട് അവിടെ തന്നെ അതൊന്ന് ക്ലിക്ക് ചെയ്തേ. അത് ക്ലിക്ക് ചെയ്തോ ഫേസ്ബുക്ക്. അത് തന്നെ. ഓക്കെ. അപ്പം ആക്റ്റീവ് ലിസ്റ്റിംഗ് അതിന് മുന്നേ ആയിട്ട് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ബി ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ബി ഏറ്റവും അവിടുന്ന് റൈറ്റ് സൈഡിലായിട്ട് അങ്ങോട്ട് പോക്കോ. റൈറ്റ് സൈഡിലോട്ട് പോക്കോ. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ ബയ്യർ ക്വസ്റ്റ്യൻസ് കണ്ടോ? ബയ്യർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോ ബി അതെ അത് ക്ലിക്ക് ചെയ്യും. ഡിസംബർ മുകളിലോട്ട് ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇതിന്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ. മനസ്സിലായി. നമ്മുടെ പ്രൊഫൈലിന്റെ നമ്മളിപ്പോ ഇപ്പൊ ബ്രോൺസ് ആണല്ലേ? അതെ. ഇങ്ങനെ കൂടിക്കൂടി വരും. നമ്മളെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുന്നതനുസരിച്ച് കൂടിക്കൂടി വരും. സർവീസ് ക്വാളിറ്റി കസ്റ്റമർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് മറ്റേ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? റിവ്യൂ ഇവിടെ അല്ല. റിവ്യൂ നമ്മള് അല്ലാതെ എടുത്തു നോക്കണം നമ്മുടെ പ്രൊഡക്റ്റില്. അല്ലെങ്കിൽ പ്രൊഡക്റ്റില് ഉണ്ടെന്ന് തോന്നുന്നു. പ്രൊഡക്റ്റ് എടുക്കുമ്പോഴേ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് എടുക്കുമ്പോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മള് കസ്റ്റമർ എന്ന് വെച്ചാൽ നോർമൽ ഫേസ്ബുക്ക് എടുത്തിട്ട് അതിൽ താഴത്ത് നോക്കണമല്ലോ റിവ്യൂസ്. അതേ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പം കുറച്ച് മേളിലോട്ട് പോകും. സെയിൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ. അല്ല കുറച്ച് താഴത്തോട്ട് സർവീസ് സെയിൽസ് റുപ്പീസ് അതിന് തൊട്ട് മുകളിലായിട്ട് GMV സെയിൽസ് ഇതാണോ? അതെ. ക്ലിക്ക് ചെയ്യട്ടെ. വരുന്നില്ലല്ലോ.
ആയിട്ടില്ല. വരുന്നില്ലല്ലോ. ആ അത് കുഴപ്പമില്ല. അത് ആക്റ്റീവ് അല്ല. ഇപ്പൊ നമ്മള് കുറെ നാളായല്ലോ ആക്റ്റീവ് ആയിട്ട് അതെ കൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഹോം എടുത്തിട്ട് ലിസ്റ്റിംഗ് എടുത്ത ലിസ്റ്റിംഗ് മെയിലായിട്ട് ആ ലിസ്റ്റിംഗ് അല്ല ഇൻവെന്ററി ആ ആ ഓക്കെ. ആ അത് കുഴപ്പമില്ല. അത് വേണ്ട. ലിസ്റ്റിംഗിലേ ഇപ്പൊ താഴത്തോട്ട് വന്നു കഴിഞ്ഞാലേ ഉം. നമുക്ക് വെയിറ്റ് തൊട്ട് മുകളിലായിട്ട് റെഡ് എന്തോ കാണിക്കുന്നേ, റെഡ് തൊട്ട് മുകളിലായിട്ട് ലിസ്റ്റിംഗ് അറ്റ് റിസ്ക് എന്നുള്ള ഒരു പോർഷൻ. ഓക്കെ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തേ. ഓക്കെ ഇമേജ് അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ. കളർ മിസ്മാച്ച് വിത്ത് റെസ്പെക്ട് ടു ഇമേജ്. ഓക്കെ അതാണ് വിഷയം. സെക്കൻഡറി വൈറ്റ് അതിന്റെ ഇതിന്റെ കളറാണല്ലേ ഇപ്പത്തുള്ള. അത് ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടൊന്ന് ഇതാക്കി നോക്കും. ഇപ്പൊ സംഭവം പറ്റിയതാണ്. കണ്ടിന്യൂ കൊടുക്കാമല്ലോ. കണ്ടിന്യൂ. ഇവിടെ എന്തോ എറർ ഉണ്ടല്ലോ. എഡിറ്റ് കൊടുത്താണോ? ഇവിടെ ആണല്ലോ. സെല്ലിംഗ് പ്രൈസ് എന്തോ ഒരു എറർ കാണിക്കുന്നത്. അത് മറ്റ് സൈസുകളുമായിട്ട് കണക്ട് ചെയ്ത് കിടപ്പില്ല അതില്. മനസ്സിലായോ? താഴത്ത് നോക്കിയ താഴത്ത് യുവർ വേരിയൻസില് താഴത്തായിട്ട് അത് മറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടപ്പില്ല. ഒന്നാമത്തെ കാര്യം. അതുപോലെ ഇത് പ്രശ്നമുണ്ട്. അല്ല ബ്രോ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ പ്രശ്നമുള്ള സാധനങ്ങളെല്ലാം അങ്ങ് റിമൂവ് ചെയ്യാൻ പോവാ. റിമൂവ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെ പുതിയ സാധനം വരുമ്പോഴത്തേക്ക് ഈ പഴയ സാധനം ഒരുപാട് റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളെ ഈ നമ്പർ ഓഫ് ലിസ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പൊ ചെയ്യാത്തത്. അപ്പൊ അത് ഇപ്പൊ പുതിയ ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് നമുക്ക് ഇതേപോലെ പ്രശ്നമുള്ള സാധനങ്ങളെല്ലാം അങ്ങ് റിമൂവ് ചെയ്യാം. ഇതിപ്പം 7 ഗോ ബാക്ക് അടിച്ചോ? ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇത് ചെയ്തിടാൻ ഫസ്റ്റ് പറ്റത്തുള്ളൂ. അല്ല അത് നമുക്ക് നോക്കാം. ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് പുതിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഞാനേ വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ഒറ്റ സെക്കൻഡ്. അപ്പോൾ നമുക്കിപ്പം വന്നിരിക്കുന്ന സാധനങ്ങള് ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്. കുഴപ്പമില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് കളർ കുഴപ്പമില്ല. ഇത് വൈറ്റ് ആണല്ലോ. വൈറ്റ് അല്ല, ഇതൊരു ഗ്രേ ആണ്.
ഇടുന്ന സംഭവം ഓക്കെ ആണിത്. ആ പ്ലെയിൻ ആയിട്ടുള്ള സംഭവം വേണം എന്നുള്ളതാണ് ഇവര് മെയിൻ ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇത് നമ്മുടെ എന്നിട്ട് സൂംഡ് ആയിട്ടുള്ള ഡിസൈന്. ഈ സാധനം നമ്മൾ ആ അഡീഷണൽ വെക്കുന്നുണ്ട്. ഓക്കെ. അത് കൊള്ളാം. പിന്നെ ഈ നെക്കിന്റെ സാധനവും വരുന്നുണ്ട്. അതും കൊള്ളാം. സ്ലീവ് ഇപ്പം പുതിയൊരു പാറ്റേൺ. ഓക്കെ. ഓക്കെ അത് പിന്നെ ഇതെല്ലാം നോർമൽ സാധനങ്ങൾ. ഓക്കെ. അപ്പോ അതാണ് ഇനിയിപ്പോ നമ്മുടെ അടുത്ത്. ഓക്കെ. ഇപ്പൊ ഇതില് നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മള് ചെയ്തിരിക്കുന്ന സാധനം. ഓരോ ഡിസൈൻ ബൈ ഡിസൈൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. മനസ്സിലായി. ഇത് മതിയല്ലോ? മതിയാവും. സൈഡ് എല്ലാം ഉണ്ടല്ലോ. സൈഡ് ബാക്ക്. ഓക്കെ. ഇത് അതിന്റെ ജെൻഡ്. ഓക്കെ. ഇതിപ്പം ഓരോ ഡിസൈൻ ബൈ ഡിസൈൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിപ്പോ ഒരെണ്ണം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞോളൂ, എഡിറ്റിംഗ് കഴിഞ്ഞോളൂ. ഓക്കെ. ഇപ്പൊ ലിസ്റ്റിംഗില് ഡൗട്ട് ഒന്നും ഇല്ല. ലിസ്റ്റിംഗ് ഓക്കെ അല്ലേ? ലിസ്റ്റിംഗ് ഓക്കെ ആണ്. അത് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. ഓക്കെ. ലിസ്റ്റിംഗ് പിന്നെ ഓക്കെ. ഫേസ്ബുക്ക് ഇപ്പം ഒരു സാധനം കൂടെ ക്രിയേറ്റ് ചെയ്യാം. അത് ഫേസ്ബുക്കിലോട്ട് പോകും. ഫേസ്ബുക്ക് പക്ഷെ എനിക്ക് അതിന്റെ ആക്സസ് ഉണ്ടാവില്ല ക്രിയേറ്റ് ചെയ്യാനുള്ള. ഓക്കെ. ഫേസ്ബുക്ക് എടുത്തോ? ഒരു സെക്കൻഡ്. നമ്മൾ മുന്നേ എടുത്ത മെറ്റ എടുത്താലും മതി. മുന്നേ എടുത്തില്ലേ മെറ്റ ബിസിനസ് ഇപ്പുറത്തായിട്ട്? അതെടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് ആഡ് അക്കൗണ്ട് എവിടെയാണ്? ആഡ് അക്കൗണ്ട് എടുക്കുക. ഓക്കെ. എന്നിട്ട് ആഡ് അത് ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട്. എന്നിട്ട് പേര് കൊടുത്തോ? ബ്രാൻഡിന്റെ പേര് ആഡ് ചെയ്തു. ഓക്കെ. 530 അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ വരും. 530 കൊൽക്കത്ത അടിച്ചു കൊടുത്തേ. കൊൽക്കത്ത +530 തന്നെയല്ലോ? അതെ. INR അല്ലേ? നെക്സ്റ്റ് കൊടുക്കാമല്ലോ? നെക്സ്റ്റ് കൊടുത്തോ. മൈ ബിസിനസ് അല്ലേ? മൈ ബിസിനസ്. എഗ്രി. GST ഉണ്ടോ? GST ഉണ്ടല്ലോ നമുക്ക്. GST ഉണ്ട്. ഓക്കെ. പേയ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കണോ? പേയ്മെന്റ് ഇപ്പൊ കൊടുക്കണ്ട. ഡൺ അടിച്ചോ. ഓക്കെ. അടക്കോട് ക്രിയേറ്റ് ആയി. ഈ സൈഡിലായിട്ട് താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്തേ. സൈഡ്
അക്കൗണ്ട് അതെ. ഓക്കെ. ഓക്കെ. റിക്വസ്റ്റ് ഇല്ല. താഴത്തോട്ട് കുറച്ചുകൂടെ പോകെ, താഴത്തോട്ട്. ഓക്കെ. ബ്രോ നമുക്ക് ഈ മെറ്റാ വെരിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്താ പരിപാടി? ബ്ലൂ ടിക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? അതോ ബ്ലൂടിക്ക് കിട്ടാനായിട്ട് പെയ്ഡ് അല്ലാണ്ട്? അത് മെറ്റാ വെരിഫൈഡ് എന്നുള്ള ഇത് മേളിലായിട്ട് ഒരു ഓപ്ഷൻ കിടപ്പില്ലേ, മെറ്റാ വെരിഫൈഡ് ടിക്കിന്റെ, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. താഴത്തോട്ട് സ്ക്രോൾ ചെയ്തേ. ജോയിൻ ദി വെയിറ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്തേ. ഓക്കെ എടുക്കാമല്ലോ. വെയിറ്റ് ലിസ്റ്റ് ആണെന്ന് പറയുന്ന അല്ല, നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതില് മറ്റേ കാശ് കൊടുത്തെടുക്കുന്നത്. അതെ അതെ അതെ. ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ല അല്ലാണ്ട് നമുക്ക് നോർമലി കിട്ടാനായിട്ട് എന്താ നോർമലി കുറെ ക്രൈറ്റീരിയ ഉണ്ട്. എന്ന് വെച്ചാല് നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ അങ്ങനെയുള്ള അതോറിറ്റി ആയിട്ടുള്ള ഇതിലൊക്കെ നമ്മുടെ ഫീച്ചേഴ്സ് വരണം. ഒരു 3 ഫീച്ചേഴ്സ് എങ്കിലും വരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ, മെറ്റാ വെരിഫിക്കേഷൻ. ഇത്ര എത്രയോ അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇത്രയോ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമുക്ക് ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യണം നമ്മുടെ. ഇതൊന്ന് ഓക്കെ അടിച്ചു വിട്ടേ. ഓക്കെ. മേലോട്ട് സ്ക്രോൾ പോയേ, മേലോട്ട്. അല്ല ഞാൻ ചോദിക്കുന്ന ഈ സാധനം വെരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ മറ്റേ ട്രേഡ് മാർക്കിംഗ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈ ആവൂലേ? അല്ല, അത് കൊടുത്ത അതൊന്നും കൊടുത്തു ഇതാകത്തില്ല. ഈ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് റെഡിയായാൽ മാത്രമേ റെഡിയാകത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ടല്ല ഈ പറയുന്ന സെലിബ്രിറ്റീസിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സെലിബ്രിറ്റീസ് മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ആർക്കും അങ്ങനെ. പിന്നെ ക്യാഷ് കൊടുത്തുള്ള ഇതേ ഉള്ളൂ. മനസ്സിലായി. ഇതൊരു ഓപ്ഷൻ ഉണ്ട്. കുറച്ച് മേളിലോട്ട് നോക്കിയാ, കുറച്ച് മേളിലോട്ട്. ഡാറ്റ സോഴ്സ് എന്ന് പറയുന്ന ഇത് ഓപ്ഷൻ താഴത്തോട്ട്. ഡാറ്റ സോഴ്സ്. ഓക്കെ. കുറച്ചുകൂടെ താഴത്തോട്ട് ഓക്കെ. ഓക്കെ. കുറച്ചുകൂടെ താഴത്തോട്ട് ഓക്കെ. റിക്വസ്റ്റ് ഒന്ന് താഴത്തോട്ട്. റിക്വസ്റ്റ് കുറച്ചുകൂടെ താഴത്തോട്ട് ഓക്കെ. ബ്രാൻഡ് ഓപ്ഷൻ ബ്രാൻഡ് അല്ല. ഓക്കെ. കുറച്ചുകൂടെ താഴത്തോട്ട് പോകും.
ഇന്റഗ്രേഷൻ 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 ഏ ഓക്കെ. അതുമല്ല, കുറച്ച് താഴത്തോട്ട് നോക്കും. വെയിറ്റ്. പേജസ് ചില ടൈമിലൊന്നും ചില ഓപ്ഷൻസ് ഓപ്പൺ ആകത്തില്ല. അതാണ് വേറൊരു പ്രശ്നം. ചില സെറ്റിങ്സില് മനസ്സിലായി. ഇതില് പിന്നെ ചെയ്യാനുള്ളത് ഇനി ആഡ് അക്കൗണ്ടില് ഇത് കാർഡ് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് അക്കൗണ്ടിലെ ഏത് കാർഡാണ്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇത്ര നല്ല. അപ്പം അവിടെ അല്ല, ഇനി പോകേണ്ടതേ സൈഡിലായിട്ട് ആ 3 വരയില്ലേ സൈഡിലായിട്ട് താഴെ ഓൾ ടൂൾസ് എടുത്തിട്ട് അത് ആഡ്സ് മാനേജർ എടുത്തേ. ആഡ്സ് മാനേജർ കൊടുത്തു. ഓക്കെ, അതിൽ ഏറ്റവും മേളിലായിട്ടേ ഏറ്റവും മേളിലായിട്ട് അതല്ല അതിന് തൊട്ട് മേളിലായിട്ട് അത് ക്ലിക്ക് ചെയ്ത് സീ മോർ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് മോർ ആഡ് അക്കൗണ്ട് അടുത്തോട്ട് സ്ക്രോൾ ചെയ്ത്. ഓക്കെ, ഇതിപ്പം വെയിറ്റ് ഇതിപ്പം ഔട്ട്ലൈൻ കളക്ഷൻ. ഇതിപ്പം മറ്റേ അക്കൗണ്ടിന്റെ അക്കൗണ്ടാണ് കേട്ടോ. അക്കൗണ്ടിന്റെ ആഡ് അക്കൗണ്ടിന് ഈ പേരാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഔട്ട്ലൈൻ കളക്ടീവ്സ് എന്നാണ്. അത് വേറെ ലൈഫ് സ്റ്റൈൽ ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല. അതെ. അല്ല, ഫേസ്ബുക്ക് അക്കൗണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മള് നമ്മുടെ പേജിലാണ് പിന്നെ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ട് അല്ല, സോറി, പേജസ്. ഒരു വ്യക്തിക്ക് മാത്രമേ പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു ബിസിനസ്സിന് അക്കൗണ്ട് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മള് ഈ ഔട്ട്ലൈൻ കളക്ഷൻസ് എന്ന് പറയുന്ന ഇതില് നമ്മള് പിന്നെ വെരിഫൈ ചെയ്യണം. നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അക്കൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ അവർ ചോദിക്കുന്നത് പാസ്പോർട്ട്, പിന്നെ ഇത് ലൈസൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഈ പാസ്പോർട്ടും ലൈസൻസ് ഒന്നും എന്തായാലും ബിസിനസ് ഇല്ലല്ലോ. അത് ഒരു വ്യക്തിക്കല്ലേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതാദ്യം വെരിഫൈ ചെയ്യണം. അപ്പോ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്കപ്പം ബ്രോയിനെയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യണം. മനസ്സിലായോ? ബ്രോയുടെ ഒറിജിനൽ ആക്സിൽ അക്കൗണ്ട് ഇല്ലേ? ആക്സിൽ അക്കൗണ്ട് ഈ വേറിലോട്ട് ആഡ് ചെയ്യണം. സെയിം പ്രോസസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ് ആണ് ചെയ്യേണ്ടത്. എന്നെ ആഡ് ചെയ്തില്ലേ? എന്നെ ആഡ് ചെയ്തപ്പോൾ സെയിം പ്രോസസ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഫുൾ ആക്സസ് കൊടുക്കണം അതില്. ഓക്കെ, ഫുൾ ആക്സസ് കൊടുത്തിട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 1 month കഴിഞ്ഞിട്ട് നമുക്ക് ഈ അക്കൗണ്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ഓക്കെ ആവും. അപ്പൊ ഒറിജിനൽ അക്കൗണ്ടിലോട്ട് അത് മാറും. അതില് വേറൊരു കാര്യമുള്ളത്, എന്റെ മറ്റേ ഒറിജിനൽ അക്കൗണ്ടിലും ഫുൾ നെയിം അല്ല ഇട്ടിരിക്കുന്നത്.
അത് നെയിം എന്താണ് നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഐഡി കാർഡിലെ പേര് അതായിരിക്കണം ഇടേണ്ടത്. ഓക്കെ ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്തും അതായിരിക്കണം. ആ ആ ആ. അപ്പോൾ മാത്രമേ നമ്മൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ റിജക്ഷൻ കാണിക്കും. അതാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് പിന്നെ ബ്രോയുടെ അക്കൗണ്ട് അതിലോട്ട് കണക്ട് ചെയ്താൽ മതി. ആ ആ ആ. ഓക്കെ. 11 മണി ആയതാണ്. ഓക്കെ. ഇപ്പം ഒരു കാര്യം കൂടെ ചെയ്യാം. ആ. പിന്നെ ബില്ലിംഗ് ആഡ് ചെയ്യാം. ബില്ലിംഗ് ആഡ് ചെയ്യുന്നത് ഇതിലായിട്ടൊരു കാർഡിന്റെ പടം കണ്ടോ? ഇതല്ലേ? കാർഡ്. അത് തന്നെ. ഓക്കെ. സ്റ്റാർട്ട്. ഇത് സൈഡിൽ നിന്നൊന്ന് മാറ്റുമോ? ഓക്കെ. അത് ഗെറ്റ് സ്റ്റാർട്ടിന് മുന്നേ ഇതൊന്ന് റിമൂവ് ചെയ്യോ? ഈ ഇതല്ലേ? ഗോൾഡിന്റെ അതെ. അത് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ പേ നൗ കണ്ടോ? പേ നൗ ഓഫായി കിടക്കുവാണ്. ആ. അപ്പം സിംപ്ലി ആഡ് യുവർ ഫസ്റ്റ് പേയ്മെന്റ് ആണോ ബില്ലിംഗ് ഡീറ്റെയിൽസ്. അപ്പം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കും. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് കൊടുക്കാമല്ലോ. നെക്സ്റ്റ് കൊടുത്തോ. ഓക്കെ. എന്നിട്ട് ഇനി ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി.